വാർത്തയിലേക്ക് വരാം. മുക്കം പീഡന ശ്രമക്കേസിലെ പ്രതി ദേവദാസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ക്യാമറകൾക്ക് നേരെ പ്രതികരിക്കാതെ, മുഖം കൊടുക്കാതെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ ദേവദാസ് പോലീസ് വാഹനത്തിൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസിന് ഈ പ്രതിയെ പിടികൂടാനായത്. 2-3 ദിവസങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ പോലും അയാൾ നടന്നിട്ടുണ്ടാകണം. നിജസ്ഥിതി പരിശോധിക്കുകയായിരുന്നു അത്രയും നേരം മുക്കം പോലീസ്. അതുകൊണ്ട് തന്നെ പ്രതി ഞങ്ങൾ നിജസ്ഥിതി പരിശോധിച്ചപ്പോഴേക്കും അബ്സ്കോണ്ടിംഗ് ആയി എന്നുവരെയാണ് മാധ്യമങ്ങളോട് പോലീസ് വിശദീകരിച്ചത്. MS അനീഷ് കുമാർ, മാധ്യമങ്ങളൊന്നും പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ലാഞ്ചനകളൊന്നും ദേവദാസിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. എന്താണ് വിവരങ്ങൾ അവിടെ നിന്ന് അനീഷ്? അയാളെ അല്പസമയം മുമ്പാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. കുറച്ച് നേരം മുമ്പ് അയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പോലീസ് പ്രതിയുമായി ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ സംഭവം നടന്ന താമസ സ്ഥലത്ത് എത്തിച്ച് പ്രതിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതിയുമായി പോലീസ് മാമ്പറ്റയിലെ ലോഡ്ജിലേക്ക് അല്ലെങ്കിൽ ആ ഹോട്ടലിലേക്ക് പുറപ്പെടും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. അവിടെ നോക്കി ദേവദാസനെ മുക്കത്ത് പോലീസ് സ്റ്റേഷൻ എത്തിച്ചിപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ച ദേവദാസിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉയരുന്ന ദൃശ്യങ്ങളിൽ നേരത്തെ അയാൾ പോലീസ് സ്റ്റേഷന് പുറത്തിറക്കുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ആ പ്രതിയുടെ മുഖത്ത് എവിടെയുമില്ല എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ അയാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വാഹനമിട്ടിട്ട് പോയി, അങ്ങനെ പോലീസ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ള വാദമൊക്കെ വരുന്നുണ്ട്. പോലീസിനൊപ്പം ദേവദാസൻ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. MS അനീഷ് കുമാർ, ഒരു തരി പോലും കുറ്റബോധം അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ 4 ദിവസം എന്തുകൊണ്ട് കേസ് വൈകി, ഇനി കേസ് ഏത് തരത്തിൽ പോകും എന്നുള്ളൊരു ആത്മവിശ്വാസം പോലും ഉണ്ട് ദേവദാസിന്റെ മുഖത്ത്. അങ്ങനെ പോലും വ്യാഖ്യാനിക്കേണ്ടതായി വരുന്നു. പോലീസ് എന്താണ് പറയുന്നത്? തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണോ പ്രതിയെ? തീർച്ചയായും അത്തരത്തിലൊരു കുറ്റവാസനയുടെ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്നതിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ, കൂസലില്ലാതെയാണ് പ്രതി പോലീസിന് മുന്നിൽ നിൽക്കുന്നത്. മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഈ കുറ്റകൃത്യം ചെയ്ത ശേഷം പെൺകുട്ടിയെ പരമാവധി മോശക്കാരിയാക്കാനുള്ള ശ്രമം, അപവാദ പ്രചരണമൊക്കെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. സാമ്പത്തികമായി വളരെ ഉയർന്ന സ്ഥിതിയിലുള്ള ആളാണ്. 4 ദിവസമാണ് മുക്കം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒളിച്ചുകളി തുടർന്നത്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി നൽകിയ മൊഴി അതേ രീതിയിൽ FIR പോലും ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല എന്ന ഒരു ആരോപണം, അത്തരമൊരു പരാതി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കണമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലും കുടുംബം ആ രീതിയിൽ പോലുമുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ പരാതിക്കൊക്കെ ശേഷമാണ് ഇത്തരം ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടക്കുകയും പ്രതിയുമായി ഇപ്പോൾ തെളിവെടുപ്പിനായി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പ്രതിയുമായുള്ള പോലീസ് സംഘം ആ ഹോട്ടൽ മാമ്പറ്റയിലെ പാതയോരത്തുള്ള സങ്കേതം എന്ന ഹോട്ടലിലേക്ക് പ്രതിയുമായി പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിക്രൂരമായ ഒരു പീഡനത്തിലാണ് അത്തരമൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾക്കാണ് ആ പെൺകുട്ടി ഇരയായിരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കാനുള്ള ശ്രമം. 2 ജീവനക്കാർക്കൊപ്പം ഈ ദേവദാസൻ എന്ന ആൾ പിതൃ തുല്യമായ സ്നേഹത്തോടു കൂടിയാണ് താൻ ഇടപെടുന്നത് എന്ന് ആദ്യഘട്ടം മുതൽ വിശദീകരിച്ചയാൾ പിന്നീട് തന്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുമെന്ന രീതിയിലേക്ക് ഭീഷണി മാറ്റുകയും ആ മകളോളം പ്രായമുള്ള ഒരു കുട്ടിയെ, 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ആ കുട്ടി തന്റെ ജീവൻ പോലും വ്രണവൽക്കരിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും നട്ടലിനും വാരിയലിനും അടക്കം ഗുരുതരമായ പരിക്കുകളുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആ പെൺകുട്ടി ചികിത്സ തേടി അവിടെ കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇതിനിടയിലാണ് പോലീസിന്റെ ഒളിച്ചുകളി ഉണ്ടെന്ന ആരോപണം ഒരു വശത്ത് സജീവമായി നിലനിന്നത്. ഇപ്പോൾ പ്രതിയുമായി പോലീസ് ആ മാമ്പറ്റയിലെ ഹോട്ടലിലേക്ക് തെളിവെടുപ്പിന് പോകുന്നു. ആ മാമ്പറ്റ ഹോട്ടലിൽ നിന്നും ഏതാനും വാര മാത്രം
അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു താൽക്കാലിക താമസ സ്ഥലത്തായിരുന്നു ഈ പെൺകുട്ടിയും ആ സ്ഥാപനത്തിന്റെ തന്നെ മറ്റ് 2 ജീവനക്കാരും താമസിച്ചിരുന്നത്. ആ മറ്റ് 2 ജീവനക്കാരികൾ ആ വീട്ടിൽ ഇല്ലാതിരുന്ന തക്ക നോക്കിയാണ് അർദ്ധരാത്രിയോടുകൂടി 2 ജീവനക്കാരെയും കൂട്ടി ഈ ദേവദാസൻ എന്ന ഹോട്ടൽ ഉടമ ആ താമസ സ്ഥലത്തേക്ക് എത്തുകയും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തത്. ആ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ജീവൻ ബലി നൽകിയിട്ടായാലും അപമാനിതയാവരുത് എന്ന് കരുതിയാണ് ആ കുട്ടി ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഹോട്ടലിലേക്കും ആ താമസ സ്ഥലത്തേക്കുമാണ് ഇപ്പോൾ പ്രതികളുമായി പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 പ്രതികളും ആ സമയത്ത് ആ അർദ്ധരാത്രിയിൽ ആ താമസ സ്ഥലത്തേക്ക് പോയി എന്നതിന്റെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ CCTV ദൃശ്യങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന് പോലീസ് നേരത്തെ തന്നെ താമരശ്ശേരി DYSP വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ യാദൃശ്ചികമാണെങ്കിലും മൊബൈൽ ഫോണിൽ പകർത്തി ആ ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിടുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ജനവികാരം ഈ ദേവദാസിന് എതിരാകുന്നു, പോലീസിന് എതിരാകുന്നു. വനിതാ കമ്മീഷൻ പോലും സ്വമേധയാ കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് പ്രതിയുടെ ഒരു അറസ്റ്റിലേക്ക് തിടുക്കപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. ഒരു കുട്ടിയെ മരണത്തോടടുക്കുന്ന അവസ്ഥയിൽ വരെ എത്തിച്ച പ്രതി സ്വച്ഛന്തമായി തന്റെ ഹോട്ടലിൽ 2-3 ദിവസമൊക്കെ കറങ്ങി നടന്ന് ആ യുവതിക്കെതിരെ അപവാദ പ്രചരണങ്ങളൊക്കെ പരമാവധി നടത്തുകയുമൊക്കെ ചെയ്യാനുള്ള അവസരം നൽകി. ഈ കേസിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെടാനുള്ള ഒരു കാലവിളംബമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടതെന്നാണ് പോലീസ് നേരത്തെ വിശദമാക്കിയത്. എന്നാൽ എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് സാമൂഹ്യ സമ്മർദ്ദം വലിയ തോതിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാൻ പോലീസ് തയ്യാറായത്. അതിന്റെ ഒരു പരിണിത ഫലമെന്നുമാണ് അറസ്റ്റ് ഉണ്ടായത്, കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തെളിവെടുപ്പിനായി ഇപ്പോൾ ആ സങ്കേതം എന്ന കുപ്രസിദ്ധമായ ആ ലോഡ്ജിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാം, ഒരു വശത്ത് ഈ പോലീസ് തെളിവെടുക്കാനുള്ള പ്രതിയുമായി എത്തുമ്പോൾ മറുവശത്ത് BJP പ്രവർത്തകർ ആ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. ആ പ്രതിയുമായി ഹോട്ടലിനുള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തെളിവെടുപ്പിനായിട്ട് പ്രതി ദേവദാസിനെ ആ ഹോട്ടൽ സങ്കേതത്തിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നു. അപ്പോഴും 2 പ്രതികളെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വലിയ തരത്തിലുള്ള സമ്മർദ്ദം, പ്രതിഷേധങ്ങളൊക്കെ വന്നപ്പോഴാണ് പോലീസ് 4 ദിവസത്തിന് ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും 2 പ്രതികളെ പിടികൂടാനുണ്ട്. ഈ പെൺകുട്ടി താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അനീഷ്, ഇതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ലേ? അപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ഒരു വീടിന് ഉൾവശമാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല. പോലീസ് സംഘം ആ ഭാഗത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല.